ഇറാന്റെ ചരിത്രത്തിൽ 1979 ഇസ്ലാമിക വിപ്ലവം എന്നത് ഒരു നിർണായക രേഖയാണ്. 2500 വർഷത്തിലേറെ പഴക്കമുള്ള പേർഷ്യൻ രാജവാഴ്ചയെ വെറും ആഴ്ചകൾ കൊണ്ട് തകർത്തെറിഞ്ഞ ഈ വിപ്ലവം ലോക രാഷ്ട്രീയത്തിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചു. അമേരിക്കയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്ന ഒരു രാജ്യം പെട്ടെന്ന് തന്നെ അവരുടെ പ്രധാന ശത്രുവായി മാറുന്നതും മതപണ്ഡിതർ ഒരു ആധുനിക രാഷ്ട്രീയത്തിന്റെ കടിഞ്ഞാൻ ഏറ്റെടുക്കുന്നതും ലോകം വിസ്മയത്തോടെയാണ് നോക്കി നിന്നത്. 1941 മുതൽ ഇറാൻ ഭരിച്ചിരുന്ന മുഹമ്മദ് റസ ഷാ പഹ്ലവിയുടെ നയങ്ങളാണ് വിപ്ലവത്തിന് വിത്തിട്ടത്. ഷായുടെ ഭരണം രണ്ട് പ്രധാന തൂണുകളിലാണ് നിന്നിരുന്നത്: അതിവേഗത്തിലുള്ള പാശ്ചാത്യവൽക്കരണവും അമേരിക്കയുമായുള്ള അന്ധമായ ബന്ധവും. 1963 ഷാ ആരംഭിച്ച ഈ പരിഷ്കരണ പദ്ധതിയുടെ ഭൂമി പുനർവിതരണം ചെയ്യാനും സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകാനും വിദ്യാഭ്യാസ രംഗം ആധുനികവൽക്കരിക്കാനും ശ്രമിച്ചിരുന്നു. ഉപരിവിപ്ലവമായി ഇത് പുരോഗമനപരമായി തോന്നാമെങ്കിലും ഗ്രാമീണ മേഖലയിലെ ജനങ്ങളുടെ മതപണ്ഡിതരുടെയും ഇത് വലിയ രീതിയിൽ അകറ്റി നിർത്തി. പരമ്പരാഗതമായ ഇറാനിയൻ മൂല്യങ്ങളെ പാശ്ചാത്യ സംസ്കരണം വിഴുങ്ങുകയാണെന്ന ഭീതി ജനങ്ങളിൽ പടർന്നു. രാഷ്ട്രീയ എതിരാളികളെ നേരിടാൻ ഷാ രൂപീകരിച്ച സവാക്ക് എന്ന രഹസ്യ പോലീസ് സേന ക്രൂരമായ മർദ്ദന മുറകളാണ് സ്വീകരിച്ചിരുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ടതും അഴിമതി വർദ്ധിച്ചതും മധ്യവർഗത്തെയും ബുദ്ധിജീവികളെയും ഭരണകൂടത്തിനെതിരാക്കി. 1953 ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മൊസാദെഗിനെ CIA അട്ടിമറിച്ചതിലൂടെ ഷാ പുനഃപ്രതിഷ്ഠിക്കപ്പെട്ടത് ഇറാനികൾക്ക് മറക്കാൻ കഴിയുമായിരുന്നില്ല. രാജ്യം അമേരിക്കയുടെ ഒരു ഉപഗ്രഹമായി മാറുന്നുവെന്ന വികാരം ദേശസ്നേഹികളായ യുവാക്കളെ പ്രകോപിപ്പിച്ചു. ഭരണകൂടത്തിനെതിരെ വിവിധ ഗ്രൂപ്പുകളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന അയത്തുള്ള റുഹുള്ള ഖമേനി എന്ന മതപണ്ഡിതനായിരുന്നു. ഷായുടെ നയങ്ങളെ ഇസ്ലാം വിരുദ്ധം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇറാന്റെ പരമാധികാര വിദേശികൾക്ക് പണം വെക്കുന്നതിനെതിരെ ശക്തമായി സംസാരിച്ചു. 1964 നാടുകടത്തപ്പെട്ടെങ്കിലും ഇറാഖിൽ നിന്ന് പിന്നീട് ഫ്രാൻസിൽ നിന്നും അദ്ദേഹം തന്റെ പോരാട്ടം തുടർന്നു. ഖമേനിയുടെ പ്രസംഗങ്ങൾ റെക്കോർഡ് ചെയ്ത് കാസ്റ്ററുകൾ ഇറാനിലെ പള്ളികൾ വഴി രഹസ്യമായി വിതരണം ചെയ്യപ്പെട്ടു. നമ്മുടെ വേദനകൾക്ക് കാരണം ഷായാണ്, ഷായുടെ പുറകിൽ നിൽക്കുന്ന അമേരിക്കയാണ് എന്ന അദ്ദേഹത്തിന്റെ ലളിതമായ സന്ദേശം ദശലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു. 1978 ജനുവരിയിൽ ഖമേനിക്കെതിരെ സർക്കാർ പത്രത്തിൽ വന്ന അപകീർത്തികരമായ ലേഖനമാണ് വിപ്ലവത്തിന് തിരികൊളുത്തിയത്. പണ്ഡിതരും വിദ്യാർത്ഥികളും തെരുവിലിറങ്ങി. പട്ടാളം നടത്തിയ വെടിവെപ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. എന്നാൽ ഓരോ മരണവും കൂടുതൽ പ്രതിഷേധക്കാരെ തെരുവിലെത്തിച്ചു. എണ്ണ വ്യവസായത്തിലെ തൊഴിലാളികൾ പണം മുടക്കിയതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക നട്ടെല്ല് തകർന്നു. സൈന്യത്തിനുള്ളിൽ നിന്ന് വിപ്ലവകാരികളോട് അനുഭാവം പുലർത്തുന്നവർ വർദ്ധിച്ചു. ഒടുവിൽ 1979 ജനുവരി 16 ഷാ പഹ്ലവി രാജ്യം വിട്ട് പലായനം ചെയ്തു. ഫെബ്രുവരി 1 ഖമേനി വിജയശ്രീ ലാളിതനായി മടങ്ങിയെത്തിയതോടെ ഇറാന്റെ പുതിയ ചരിത്രം ആരംഭിച്ചു. വിപ്ലവത്തിന് ശേഷം ഖമേനി സ്ഥാപിച്ച ഭരണക്രമം ലോകത്ത് മാറ്റങ്ങളില്ലാത്ത ഒന്നായിരുന്നു. വിലായത്തി ഫക്കീഹ് എന്ന തന്റെ സിദ്ധാന്തത്തിലൂടെ മതപണ്ഡിതർ ഭരണത്തിൽ മേൽക്കോയ്മയുള്ള ഒരു സംവിധാനം അദ്ദേഹം നിർമ്മിച്ചു. രാജ്യത്തിന്റെ സൈന്യം, വിദേശനയം, നീതിന്യായ വ്യവസ്ഥ എന്നിവയുടെ അന്തിമ അധികാരികൾ ഈ പദവിയിലാണ്. തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റിനും പാർലമെന്റിനും മുകളിലാണ് ഈ സ്ഥാനത്തിന്റെ അധികാരം. വിപ്ലവത്തെ സംരക്ഷിക്കാൻ IRGC രൂപീകരിച്ചു. ഇതോടൊപ്പം നയങ്ങൾ ഇസ്ലാമിക വിരുദ്ധമല്ലെന്ന് ഉറപ്പുവരുത്താൻ ഗാർഡിയൻ കൗൺസിൽ പോലുള്ള സമിതികളും നിലവിൽ വന്നു. 1989 ഖമേനിയുടെ മരണശേഷം അയത്തുള്ള അലി ഖമേനി അധികാരമേറ്റു. 3 പതിറ്റാണ്ടിലേറെക്കാലം പശ്ചിമേഷ്യയിലെ പ്രതിരോധ രാഷ്ട്രീയത്തിന്റെ കരുത്തുറ്റ കേന്ദ്രമായി അദ്ദേഹം ഇറാനെ മാറ്റി. ആണവ സാങ്കേതിക വിദ്യയിലും മിസൈൽ പ്രഹരശേഷിയിലും ഇറാൻ സംതൃപ്തത കൈവരിച്ചു. അടുത്തിടെ അലി ഖമേനിയുടെ അപ്രതീക്ഷിത വിയോഗത്തെ തുടർന്ന് ഇറാന്റെ സുപ്രധാന സമിതി അദ്ദേഹത്തിന്റെ മകൻ മൊജ്തബ ഖമേനിയെ പുതിയ പരമോന്നത നേതാവായി തിരഞ്ഞെടുത്തു. വിപ്ലവത്തിന്റെ തുടർച്ചയും രാഷ്ട്രീയ സ്ഥിരതയും ഉറപ്പാക്കാനുള്ള നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത്. പിതാവിന്റെ നിഴലിൽ നിന്നും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുന്ന മൊജ്തബയ്ക്ക് മുന്നിൽ വെല്ലുവിളികൾ ഏറെയാണ്. വിപ്ലവം 45 വർഷം പിന്നിടുമ്പോൾ ഇറാൻ വലിയൊരു മാറ്റത്തിന്റെ വക്കിലാണ്. പാശ്ചാത്യ ഉപരോധങ്ങൾ സൃഷ്ടിച്ച സാമ്പത്തിക പ്രതിസന്ധിയും യുവാക്കളുടെ സ്വതന്ത്ര മോഹങ്ങളും ഭരണകൂടത്തിന് വെല്ലുവിളിയാകുന്നു. എങ്കിലും 1979 പടുത്തുയർത്തിയ ആദർശ അടിത്തറ അത്ര എളുപ്പത്തിൽ തകർക്കാനാവില്ലെന്നാണ് നിരീക്ഷകർ പറയുന്നത്. 1979 ഇറാനിയൻ വിപ്ലവം എന്നത് ഒരു ജനതയുടെ ആത്മവീര്യത്തിന്റെ പ്രതീകമാണ്. ഒരു സൂപ്പർ പവറിന്റെ പിന്തുണ ഉണ്ടായിട്ടും ഒരു ഏകാധിപതിക്ക് ജനഹിതത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവില്ലെന്നത് തെളിയിച്ചു. മതവും രാഷ്ട്രീയവും ഇഴചേർന്ന ഇറാന്റെ ഈ സവിശേഷ യാത്ര പശ്ചിമേഷ്യയിൽ മാത്രമല്ല, ലോകത്തിന്റെ തന്നെ രാഷ്ട്രീയ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമായി തുടരും. 1979 ഇസ്ലാമിക വിപ്ലവം ഇന്ത്യ-ഇറാൻ ബന്ധത്തിൽ വലിയ തോതിലുള്ള ഗുണപരമായ മാറ്റങ്ങൾക്കും തന്ത്രപരമായ സഹകരണത്തിനും വഴി തുറന്നു. വിപ്ലവത്തിന് മുമ്പ് അമേരിക്കൻ ചേരിയിലായിരുന്ന ഷാ പഹ്ലവിയുടെ ഇറാനും ചേരിചേരാ നയം പിന്തുടർന്ന ഇന്ത്യയും തമ്മിൽ പരിമിതമായ ബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വിപ്ലവാനന്തരം ഇറാൻ സ്വീകരിച്ചത് അമേരിക്കയുമായില്ല, റഷ്യയുമായില്ല എന്ന നിലപാട് ഇന്ത്യയുടെ വിദേശ നയവുമായി ചേർന്നു നിന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ആദ്യമായി അംഗീകരിച്ച രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. പ്രധാന മാറ്റങ്ങൾ ഇവയാണ്. ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായി ഇറാൻ മാറി. ഉപരോധങ്ങൾക്കിടയിലും രൂപയിൽ വ്യാപാരം നടത്താനുള്ള സൗകര്യം ഇന്ത്യക്ക് സാമ്പത്തികമായി ഗുണപരമായി മാറി. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും പ്രവേശിക്കാൻ ഇന്ത്യയെ സഹായിക്കുന്ന ചബഹർ തുറമുഖം പദ്ധതി
ഈ ബന്ധത്തിന്റെ നാഴികക്കല്ലാണ്. പേർഷ്യൻ ഭാഷയും കലയും ഇന്ത്യയുടെ ചരിത്രവുമായി അവിഭാജ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ വിപ്ലവാനന്തരം സാംസ്കാരിക വിനിമയങ്ങൾ ശക്തമായി തുടർന്നു. എന്നിരുന്നാലും അമേരിക്കയുടെ ഉപരോധങ്ങളും പശ്ചിമേഷ്യയിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളും ഇന്ത്യയെ ഒരു നയതന്ത്ര ബാലൻസിംഗ് നിർബന്ധിതമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ 1979 വിപ്ലവം ഇന്ത്യക്ക് പശ്ചിമേഷ്യയിൽ വിശ്വസിക്കാവുന്ന ഒരു തന്ത്രപരമായ പങ്കാളിയാണ് നൽകിയത്.